ഞാൻ നാട്ടിൽ വന്നതിന്റെ മെയിൻ കാര്യം എന്റെ പല്ലെടുക്കാൻ പോവാണ് ഗൈസ്. അതിനു മുമ്പ് ഇവരെ പരിചയപ്പെടുത്താം. ഇത് എന്റെ ഫ്രണ്ട് സാൻഡ്ര ബെൻസൺ, ഇത് ദേവാ ചന്ദ്രൻ. അപ്പോ ഇവർ രണ്ടുപേരാണ് എന്നെ പല്ലെടുക്കാൻ കൊണ്ടുപോകുന്നത്. പല്ലെടുക്കാന്ന് വെച്ചാല് വിസ്ഡം ടീത്ത് വന്നിട്ടില്ല, അതിനു മുമ്പുള്ള സാധനം. അതെ ഗൈസ്, എനിക്ക് 28 പല്ല് ഇപ്പോഴും ഉള്ളു. എന്താണെന്നറിയില്ല, വളരുന്നില്ല. ഞാൻ പക്കിന്റെ മുഖമാണെന്ന് തോന്നുന്നു ഗൈസ്. പല്ലിന് വായിൽ സ്ഥലമില്ല ഗൈസ്. നിങ്ങൾ തെറ്റിയിരിക്കരുത്, വായിൽ സ്ഥലമില്ല. അതുകൊണ്ട് എന്റെ മോളാർ ടീത്തിന് എന്തോ ഒരു ഡീക്കെ ഉണ്ട്. അത് ഭയങ്കര പെയിൻ ആയിട്ട് ഞാനിപ്പോ അത് എടുക്കാൻ പോവാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സാൻഡ്ര ജേർണലിസ്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ശാന്തയായിട്ടായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നത്. അപ്പൊ അവള് ജേർണലിസ്റ്റ് ആയി, പ്രമോഷൻ കിട്ടി. അപ്പൊ ഇവർ രണ്ടുപേരും എന്നെ കൊണ്ടുപോവാണ്. സാൻഡ്ര ആക്ച്വലി ഞങ്ങളുടെ ആനിമൽ ഷെൽട്ടറില് PFA എന്ന് പറഞ്ഞ ആനിമൽ ഷെൽട്ടറിൽ വോളണ്ടിയർ ആയിരുന്നു. കഴുകുക, പട്ടിക്കൂട് കഴുകുക. നല്ലൊരു പാവം കുട്ടിയായിരുന്നു അന്ന്. ഇപ്പൊ വെയിറ്റിംഗ് ഫോർ എന്തെങ്കിലും ഉണ്ടോ? എന്തിനെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടോ നീ? ഇല്ല. ഒരു മദറാമ വെയിറ്റ് ചെയ്യുന്ന കുട്ടിയാണ്. ആരെങ്കിലും മാരേജ് പ്രപ്പോസൽ ഉണ്ടെങ്കിൽ വേഗം വരിക. യെസ്. ഇനി മീനാക്ഷിയുടെ അനസ്തേഷ്യ വന്ന് ഡിസോറിയന്റഡ് ആയിട്ടുള്ള മുഖം നമുക്ക് കാണാം. ഓക്കെ, അപ്പം മീനാക്ഷിയുടെ പല്ല് വ്ലോഗാണ് ഇന്ന്. ഞങ്ങള് ബ്രേസസ് ആൻഡ് ലേസസിലാണ് വന്നിരിക്കുന്നത്, ഡെന്റൽ ക്ലിനിക്ക്. അപ്പോൾ എന്റെ പല്ലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആൾക്കാരെ കൂട്ടി വരുന്ന പല്ലെടുക്കാൻ വരുന്ന ആദ്യത്തെ ആളാണ് ഞാൻ. അത് ഇത്രയും ഒരുങ്ങി പല്ലെടുക്കാൻ വരുന്ന ആരെങ്കിലും ഇത്രയും ലിപ്സ്റ്റിക് ഇട്ട് ഗൈസ്. അപ്പം ഞങ്ങൾ ഇവിടെ ക്ലിനിക്കിൽ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ മൊത്തം സെക്സി പാട്ടുകൾ, അല്ല സെക്സി അല്ല, റൊമാൻറ്റിക് സോങ്സ്. അതിൽ ഒരാൾ മയങ്ങി, ഒരാൾ അപ്പോഴേ ഗൈസ്, നമ്മുടെ പല്ലിന്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ക്ലിനിക്കിലേക്ക് ഉള്ള എന്തോ പറയാനുള്ളത്, പല്ലിനെ കുറിച്ച് പറയാനുള്ള ഒരു എന്തെങ്കിലും. പല്ല് തേക്കണം, പല്ല് തേച്ചിട്ട് ഫുഡ് കഴിക്കണം. എനിക്ക് പല്ല് തേക്കാതെ ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ പല്ല് തേച്ചില്ലെങ്കിൽ പോയി പല്ല് തേക്കണം. അതാ ഞങ്ങളുടെ ഒരു ഇതില് നിങ്ങൾ വൈകിട്ട് പല്ല് തേക്കുന്നത് സാൻഡ്ര പറയുന്നത്. ഉച്ചയ്ക്ക് ഉറച്ചെണീറ്റിട്ട് വൈകിട്ട് 4 മണിക്ക് പല്ല് അല്ല, അപ്പോഴേ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ കഴിച്ചിട്ട് കുറച്ച് പകുതിയൊക്കെ ഇരിക്കുന്ന കോണ്ടിയൊക്കെ തിന്ന ശേഷം വൈകിട്ട് പല്ല് തേക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെ ആവരുത്, നിങ്ങൾ പല്ല് തേക്കണം. അല്ല, ഞാൻ പല്ല് റെഗുലർ ചെക്കപ്പിന് വരിക. ഓറൽ ഹൈജീൻ ഭയങ്കര മസ്റ്റാണ്. ഇത് പല്ല് ചെക്കപ്പിനല്ല ഗൈസ് വരുന്നത്. എനിക്ക് പല്ല് എടുക്കാൻ. ഞങ്ങളുടെ ഒരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരി ഡെന്റൽ ഡോക്ടറാണ്, ഡെന്റിസ്റ്റാണ്. പുള്ളിക്കാരി പറയുന്നത്, എൻ്റെ എക്സ്റേ കണ്ടിട്ട് പുള്ളിക്കാരി പറഞ്ഞത് നിന്റെ മേളക്ക് 2 പല്ല് ഡീക്കെ ആയിരിക്കുകയാണെന്നാണ്. അപ്പൊ ഡീക്കയുടെ അർത്ഥം എന്ന് വെച്ചാൽ എന്താ? നഷ്ടപ്പാടാണ്. അപ്പൊ ഞാൻ മൊത്തത്തിൽ നശിച്ചെന്റെ പല്ല്. ഞാൻ ഇത്ര ഒന്നും തിന്നത്തില്ല ഗൈസ്, എന്നിട്ടും എന്റെ പല്ല് നശിച്ചല്ലോ എന്നാലും വിഷമമുണ്ട്. പല്ല് നശിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു 26 വയസ്സ് വരെയൊക്കെ നല്ല തുടുത്ത് വെളുത്ത പാൽ നിറമുള്ള പല്ലായിരുന്നു. പിന്നീട് പല്ല് മഞ്ഞിക്കാൻ തുടങ്ങി. എൻ്റെ റീസൺ, ഞാൻ ജോലി ചെയ്തിരുന്ന മുമ്പ് സമയങ്ങളിൽ രാത്രിയായിരുന്നു എൻ്റെ ജോലിയൊക്കെ. അപ്പം ലേറ്റായിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു, ഉറക്കം ശരിയല്ലായിരുന്നു. പിന്നെ പിന്നെ കടയിൽ പോയുള്ള ഫാസ്റ്റ് ഫുഡ് കഴിപ്പ്, ഇതൊക്കെ റീസൺ കാരണമാണ് പല്ല് നന്നായിട്ട് നമ്മുടെ കളർ വ്യത്യാസം വരാൻ തുടങ്ങുന്നതിൻ്റെ ഒരു സയൻസ്. ഫസ്റ്റ് സമന്തയുടെ വളവുകളൊക്കെ നോക്കിയിരിക്കുന്ന മാറിപ്പോകുന്നു ടോപ്പിക്കിൽ നിന്ന്. എന്നെ വിളിച്ച് ഞാൻ പോയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു എനിക്ക് പെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ 2 സൈഡിലെ ഈ 2 പല്ലും എടുക്കേണ്ടി വരുന്നത്. കാരണം താഴത്തെ എടുത്താൽ മേളിലത്തെ ഓൾറെഡി നല്ല ലീക്കായിട്ടിരിക്കും. അപ്പോൾ അത് താഴോട്ട് ഇറങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും എനിക്ക് പെയിൻ കൂടും. സോ അതുകൊണ്ട് 2 ഡോക്ടർ എടുക്കാൻ പറ്റില്ല. പിന്നെ താഴത്തെ ഈ ലെഫ്റ്റ് സൈഡിലെ പല്ലിന് ചെറിയൊരു ബോണിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അതും കട്ട് ചെയ്യേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ചൂത്തപ്പല്ല എന്ന് പറഞ്ഞ വെടക്ക് പല്ലാണ്. ഞാൻ വെടക്കാന്ന് എനിക്ക് അനസ്തീഷ്യ നിങ്ങൾക്ക് അലർജി ഒന്നും ഇല്ലെന്ന് ചോദിച്ചു. എനിക്കില്ല. അനസ്തീഷ്യ കുറെ എടുത്തിട്ടുള്ള മയങ്ങത്തില്ല ഞങ്ങള്. അതിലും വലിയ മയക്ക പിടിയൊക്കെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞു. ആന മയക്കും എല്ലാം തരണം എന്നൊക്കെ പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട. ഗൈസ്, ഈ പ്രണയത്തിലെ മോഹൻലാലിനെ പോലെ എൻ്റെ സൈഡ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത് എനിക്ക് അവിടെ മരവിപ്പിച്ചതാണ്. പക്ഷെ അത് മാറിയിട്ടില്ലായിരുന്നു. അപ്പം അത് എടുത്തതിന് ശേഷം പഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പഞ്ഞി 1 മണിക്കൂർ വെച്ചിട്ടേ എനിക്ക് കളയാൻ പറ്റത്തുള്ളൂ. അതിന് ശേഷം ഐസ്ക്രീം വല്ലതും കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. സോ അത് പറയുന്നത് ഇവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കാണിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. പിന്നെ ഞങ്ങൾ തേവള്ളി പാലത്തിൽ വന്നു. അവിടെ കുറച്ച് മഴവില്ലും മഴയുടെ കോളൊക്കെ അടിപൊളിയൊരു വിഷ്വലായിരുന്നു. അവിടെ കുറേ നേരം നിന്നു. ഇപ്പോഴും എനിക്ക് ചെറിയ പെയിനുണ്ട് ഗൈസ്, പക്ഷെ കുഴപ്പമില്ല. ഞാൻ മരുന്നുകൾ എടുത്തോണ്ടിരിക്കുകയാണ്. മീനാക്ഷി ചിരിയടാ, ചിരിക്ക് മീനാക്ഷി. പല്ലില്ലെങ്കിലും പുച്ഛത്തിനൊരു കുറവുമില്ല. എന്താ നമ്മള് കഴിച്ച അവള് നമ്മളെ ചവിട്ടിയിടുമെന്നാണ് അവൾ ഉദ്ദേശിച്ചത്. ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട്. അതിന്റെ ഈ തിളപ്പാണ് കാണിക്കുന്നത്. എനിക്ക് ഇപ്പോഴാണ് സംസാരിക്കാൻ പറ്റിയത്. ഇപ്പോഴും എൻ്റെ ചുണ്ട് നേരെ ആയിട്ടില്ല. കാണാം ചുണ്ടിങ്ങനെ കണ്ടോ. സർജറിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ഗൈസ്. എനിക്ക് ലെഫ്റ്റ് സൈഡിൽ എൻ്റെ ഈ മാൻഡിബിൾ ജോയിൻറ്റിൽ തേയ്മാനമുണ്ട്. ഞാൻ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലിട്ട് ചവയ്ക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ് വേറെ ആരും ഇതിനു മുമ്പ് എക്സ്റേ എടുത്ത ഡോക്ടർ പോലും ഇത് കണ്ടുപിടിച്ചില്ല. അപ്പോഴും ഞാൻ ആലോചിക്കും എന്ത് ഡോക്ടർമാരാണ്. ഈ ഡോക്ടർ പറഞ്ഞ് ചെറുതായിട്ടൊരു തേയ്മാനം ഉണ്ട്, 2 ഈവനായിട്ട് ചവയ്ക്കണം എന്ന് പറഞ്ഞു. പിന്നെ സർജറി പല്ല് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉറക്കം വയ്യ, വേനെടുക്കുന്നത്. ഇപ്പം ഇവർ ചെയ്യുന്ന തെമ്മാടിത്തരം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇവിടെ ഇരിച്ചിട്ട് ഇവർ ചിക്കൻ ബീഫ് മുതലായ എല്ലാ സാധനങ്ങളും കയറ്റാൻ പോകുന്നു. ഈ 2 വ്യക്തികൾ ഞങ്ങളങ്ങനെ അതുകൊണ്ട് നല്ലൊരു ട്രഡീഷണൽ കള്ള് ഷാപ്പിലേക്ക് വന്നു. ട്രഡീഷണൽ കള്ള് ഷാപ്പൊന്നുമല്ല, നമ്മുടെ സുപ്രീമിൻ്റെ ഓൾഡ് സ്പൈസിൽ നല്ല ആംബിയൻസ് ഉള്ള ഹോട്ടലാട്ടോ. എൻ്റെ നാക്ക് ഞാൻ കടിക്കുന്നുണ്ട് സംസാരിക്കുന്നവർ. എനിക്ക് ഇത്രയും ഭാഗം ഒരു റിയാക്ഷനും ഇല്ല ഗൈസ്. എൻ്റെ ഫുള്ള് ഇവിടെ മരവിപ്പിച്ച് വെച്ചേക്കാം. നാക്ക് കടിക്കുന്നുണ്ട്, നാക്ക് വേന എടുക്കുന്നുണ്ട്. ഗൈസ്, എനിക്ക് സംസാരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ വെച്ച് സംസാരിക്കുന്ന ഒരുപാട് സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. നല്ല പെയിനുണ്ട് ഇപ്പം. പെയിൻ കില്ലർ കഴിച്ചു, പിന്നെ ആൻറ്റിബയോട്ടിക് ഉണ്ട്. അപ്പം ഞാൻ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ബാക്കിയെടുക്കാൻ എനിക്ക് സംസാരിക്കാൻ ഇപ്പോൾ വയ്യ. ഞാനിപ്പോൾ പെട്രോൾ പമ്പിൽ. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നു. ഇപ്പം എനിക്ക് വലിയ കുഴപ്പമില്ല. ഞാൻ ഇങ്ങനെ വാ തുറക്കാതെ സംസാരിക്കാം. അപ്പം പല്ലെടുത്തു. അപ്പോൾ എനിക്ക് എക്സ്റേ എടുത്ത സമയത്ത് എനിക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു തേയ്മാനം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ നേരത്തെ എടുത്ത ഡോക്ടർ അങ്ങനെ എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷേ ഈ ഡോക്ടർ പുള്ളി നല്ലൊരു ഡോക്ടറാണ്. ബ്രേസസ് ആൻഡ് ലേസസ് എന്നും പറഞ്ഞിട്ട് ഇവിടെ കൊല്ലം തേവള്ളി ഓലയിലുള്ള ക്ലിനിക്കിലാണ് നമ്മളിത് ചെയ്തതും. പുള്ളി പറഞ്ഞു അത് നമ്മൾ ഈവനായിട്ട് 2 സൈഡിലും ഈവനായിട്ട് ചവയ്ക്കാത്തപ്പോൾ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞു. അതിനി ചെയ്താൽ മതി, എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുവാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് ബോദർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പുള്ളി അത് കണ്ടുപിടിച്ചത് ആ ഒരു ഡയഗ്നോസിസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സായി. നല്ലൊരു ഡോക്ടറാണെന്ന് തോന്നി. ആൻഡ് പുള്ളി നല്ല ഇതായിട്ടാണ് എനിക്ക് പല്ലും എടുത്തത്. സോ എൻ്റെ പല്ല് നല്ല രീതിയിൽ
റൂട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ എല്ലിൽ നിന്ന് തന്നെ എടുക്കേണ്ടി വന്നതിൻ്റെ ഒരു പെയിനുണ്ട്. മേളിലും ഒരു നല്ല പെയിനുണ്ട്. മേളിലത്തെ പല്ല് നല്ല ഡീക്കായി. സോ ഇതാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. എനിക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഡെൻറ്റിസ്റ്റുകളുടെ അടുത്ത് പോകുന്ന ക്ലിനിക്കിൽ പോകുന്നതിനകത്ത് കുറച്ച് ആൻസൈറ്റി ഉള്ള ആളാണ് ഞാൻ. കുറച്ച് കാരണങ്ങളുണ്ട്. അത് ഞാൻ നല്ലൊരു രീതിയിൽ എത്തിയിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നാളെ ഞാൻ വേറൊരു വ്ളോഗിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, കൂടുതൽ സംസാരിക്കാൻ വയ്യാത്തത് കൊണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ല വ്ളോഗ്സായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ഗൈസ്.